ഹായ്, ഇന്ദുലേഖയാണ്. നമ്മളിപ്പോൾ ഹീലിംഗ് ട്രീയുടെ വർക്ക്ഷോപ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഹീലിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മാഡം, പക്ഷെ അത് നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല എന്നുള്ളൊരു സാധനം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും ഹീലിംഗിൻ്റെ പല പല സ്റ്റേജസ് ഉണ്ട്. നമ്മൾ കടന്നു പോകുന്ന പല പല സ്റ്റേജസ്, പലപ്പോഴും നമ്മൾ ആ സ്റ്റേജസ് എന്താണെന്ന് റിയലൈസ് ചെയ്യാനോ അതെന്താണെന്ന് മനസ്സിലാക്കാനോ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ആ സ്റ്റേജസ് എന്തൊക്കെയാണ്, നമ്മൾ കടന്നു പോകുന്ന ഹീലിംഗിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. സംഭവം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളൊരു റിപ്പീറ്റഡ്ലി ഒരു ഒന്നോ രണ്ടോ വട്ടം കേട്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കടന്നു പോകുന്ന ഹീലിംഗിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതിപ്പോൾ നിങ്ങളൊരു വർക്ക്ഷോപ്പിൽ പോയാലും, കാരണം ഹീലിംഗ് വർക്ക്ഷോപ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വരെ നമ്മൾ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. ഹീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അത് ഏതൊക്കെയോ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം ഉള്ള ഒരു കാര്യം. നമുക്ക് എല്ലാവർക്കും ഹീലിംഗ് ആവശ്യമാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കാറുമില്ല. അപ്പം നമ്മളുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ടൈമും മണിയും എല്ലാം നിങ്ങളെ നേരെയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ ഹീലിംഗിൻ്റെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഹീലിംഗ് നടക്കുന്നതിനെ കുറിച്ച്. ഇതിനകത്ത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ടെക്നിക്കലി സ്പീക്കിംഗ് ഇത് നെർവസ് സിസ്റ്റം ഹീലിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ നെർവസ് സിസ്റ്റം ഹീലിംഗ് ആണ് ശരിക്കും നമ്മളുടെ ഹീലിംഗിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം. അപ്പോൾ അതിനങ്ങനെ സയന്റിഫിക്കലി പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, ഹീലിംഗ് എന്ന് പറയുന്നതിനേക്കാളും എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹീലിംഗ് ഏത് വ്യക്തിക്ക് വേണോ ആപ്ലിക്കബിൾ ആവും. അതായത് ഇപ്പം നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു അസുഖം വന്ന, ഒരു ഡിപ്രഷനോ ഒരു ആങ്സൈറ്റിയോ ഒക്കെ വന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഹെൽത്തിന് ഇഷ്യൂ വന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇനി നമ്മളെപ്പോഴും പിടിച്ചു വലിക്കുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പുകൾ. അല്ലെ, നമ്മുടെ ലൈഫിൽ നമ്മളൊരാൾ എന്നും കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച ഒരാൾ നമ്മൾ നിന്ന നിപ്പിൽ നമ്മൾ ഉപേക്ഷിച്ചു പോയി. ഇതൊക്കെയാണ് നമ്മളെ ശരിക്കും പിടിച്ചൊലയ്ക്കുന്ന കാര്യങ്ങൾ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് ആണ് നിങ്ങൾക്ക് വന്നാലും, നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമായി ഹീലിംഗ് മനസ്സിലാവണമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഹീലായി, അതാണ് നമ്മൾ എപ്പോഴും ഒരു കൺഫ്യൂസിങ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മളൊരു സർവൈവൽ മോഡിലായിരിക്കും. ശ്രദ്ധിച്ചിരിക്കണം, നമ്മളൊരു സർവൈവൽ മോഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ത്രെട്ട് ഉണ്ട്, നമ്മുടെ ബോഡിയിൽ ത്രെട്ട് ഉണ്ട്, നമ്മുടെ ഇമോഷൻസിന് ത്രെട്ട് ഉണ്ട്, നമ്മൾ സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം. അത് എന്തിനും ഏതിനും നമുക്ക് ദേഷ്യം വരിക, അതായത് ഒന്നും പറയണ്ട, അതിന് മുന്നേ തന്നെ നമ്മളെ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന സർവൈവൽ മോഡ്. അതൊരു 24/7 നമുക്ക് ആ ഒരു സ്റ്റേജ് തന്നെയായിരിക്കും. നമുക്ക് ഒരു സന്തോഷമില്ല, നമ്മൾ മൊത്തത്തിൽ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, നമുക്ക് ഭയങ്കര ക്ഷീണം എന്ന് തൊട്ട് തുടങ്ങിയ ആദ്യത്തെ സർവൈവൽ മോഡ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല സംതിങ് ഈസ് റോങ്, നമുക്ക് എന്ത് പറ്റി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റേജ്. കുറച്ച് അവെയർ ആവും, നോക്കി എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ഇങ്ങനെയല്ല